മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കായി സുലൈമാൻ സേട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ INL സംസ്ഥാന കമ്മിറ്റി പൂർത്തിയാക്കിയ ആദ്യ വീട് ദുരന്തബാധിതർക്ക് കൈമാറി. അമ്പലവയൽ ആണ്ടൂരിലാണ് വീട് നിർമ്മിച്ചത്. 20 ലക്ഷം രൂപ ചെലവിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 5 വീടാണ് സുലൈമാൻ സേട്ട് സെന്ററിന്റെ കീഴിൽ ഇവിടെ പണി കഴിപ്പിക്കുന്നത്. ബാക്കിയുള്ള വീടുകൾ കൂടി ഉടൻ നിർമ്മാണം പൂർത്തിയാക്കി ദുരന്തബാധിതർക്ക് കൈമാറുമെന്ന് സംഘാടകർ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം എല്ലാ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ കുറേ സംഘടനകളൊക്കെ ദുരിതാശ്വാസത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ ലീഗും ഈ രംഗത്തേക്ക് വന്നത്. ആദ്യം തന്നെ ജീവകാരുണ്യത്തിൻ്റെ ഭാഗമായി കുറേ സ്ഥലത്ത് ഭക്ഷണം എത്തിക്കുകയും അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് നിരാലംബരായ കുറേ കുടുംബങ്ങളെക്കുറിച്ചുള്ള വാർത്ത വരികയും ഓരോരുത്തരും അവരാൽ കഴിയുന്ന വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി രംഗത്ത് വരികയും ചെയ്തു. ഞങ്ങൾ ഇത്തരം ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രവാസി ഘടകമായ IMCC പ്രത്യേകിച്ച് ഒമാനിൽ നിന്നാണ് ആദ്യമായി മുന്നോട്ടേക്ക് വന്നത്. അത് ഞങ്ങൾ വിപുലപ്പെടുത്തുകയും തന്നെ മറ്റ് IMCCയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രവർത്തകർ സാധാരണക്കാർ പോലും തന്നെ കോൺട്രിബ്യൂട്ടും ചെയ്തുകൊണ്ടൊരു ഫണ്ട് ഉണ്ടാക്കിയായിരുന്നു. ആ നിലയിൽ ഒരു 5 വീട് ഈ പ്രദേശത്ത് നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു വീട് കൂടലാണ്. കാരണം നമ്മളൊക്കെ തന്നെ വലിയ വലിയ വീടുകളൊക്കെ താമസിക്കുന്നു. അതേ സമയത്ത് കുറേ മനുഷ്യർ ഈ ദുരന്തത്തിന് ശേഷം പെരുവഴിയിൽ അല്ലെങ്കിൽ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നത് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളെ വന്യനായ നേതാവ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് എന്നും പറയാറുണ്ട്, രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യ സേവനമാണ്. ആ മനുഷ്യ സേവനമാണ് ആരാധന എന്നുള്ളത്. ആ ആരാധനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരം സംരംഭങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ എല്ലാ സുമനസ്സുകളും നമ്മളോട് സഹകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.